നീതി തേടിയുള്ള ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പിന്റെ വാർത്തയിലേക്കാണ്. ഒരു മരണം 14 വർഷങ്ങൾക്ക് ശേഷം അത് കൊലപാതകമാണെന്ന് തെളിയുന്നു. പിന്നെയും ഒരു കൊല്ലം കടന്നുപോയിട്ടും കൊലയാളി കാണാമറയത്ത് തന്നെ. തിരുവനന്തപുരം ഭരതന്നൂരിലെ 13 വയസ്സുകാരൻ ആദർശിന്റെ മരണമാണ് ഇന്നും ദുരൂഹമായി തുടരുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടുപേർ. ഒരു മനുഷ്യായുസ്സിലെ 15 വർഷം ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. മകൻ എന്ത് സംഭവിച്ചു? മകനെ കൊലപ്പെടുത്തിയതാര്? ആ തീരാ നോവ് ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ലെങ്കിൽ കുറ്റക്കാർ സർക്കാരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 13.5 വയസ്സായപ്പോൾ പാല് വാങ്ങാൻ ഇറങ്ങി പോയതല്ലേ, അമ്മ ഒന്നും ചെയ്തില്ലല്ലോ. 28 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞ് 29ാമത്തെ വയസ്സായിരുന്നു. 2009 ഏപ്രിൽ 5 പാല് വാങ്ങാൻ അമ്മയുടെ മുന്നിൽ നിന്ന് പോയതാണ് 13 വയസ്സുകാരൻ ആദർശ്. പിന്നെ കണ്ടത് ജീവനറ്റ് വീടിന് സമീപത്തെ വയൽക്കുളത്തിൽ. മുങ്ങിമരണമെന്ന് പോലീസ് കേസ് അവസാനിപ്പിച്ചു. മാതാപിതാക്കളുടെ പരാതിയിൽ 2010 അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. കുളം വറ്റിച്ച് പരിശോധന നടത്തി. കിട്ടിയത് ഒരു മൺവെട്ടി മാത്രം. അതുകൊണ്ട് മറ്റൊരു തുമ്പും ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ആദർശിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ച കുളം പോലും ഇന്നില്ല. അന്ന് ശേഖരിച്ച തെളിവുകളിലാണ് ഇന്നും ഏജൻസികളുടെ അന്വേഷണം. ആദ്യഘട്ടത്തിലെ തെളിവ് ശേഖരണത്തിലടക്കം വീഴ്ചയുണ്ടായി. 2019 ഒക്ടോബർ 14 റീപോസ്റ്റ്മോർട്ടം. ആദർശിന്റെ ശവക്കല്ലറ തുറന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. കുട്ടിയുടെ തലയോട്ടി തകർന്നിരുന്നെന്നും നട്ടെല്ലിന് ക്ഷതമേറ്റെന്നും കണ്ടെത്തിയതോടെ കൊലപാതകമെന്നുറപ്പിച്ചു. ശ്വാസകോശത്തിൽ കുളത്തിലെ വെള്ളമില്ലായിരുന്നു. വെള്ളത്തിൽ കിടന്ന ഒരു ബോഡിയിൽ അവിടുത്തെ വെള്ളം ഉണ്ടായില്ലെങ്കിൽ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടൊന്നും തെളിവാണ്. പോലീസ് വീഴ്ചയുടെ ഗുണം പറ്റി 14 വർഷമായി കൊലയാളി സമൂഹത്തിൽ വിലസി നടക്കുകയാണ്. ക്രൈംബ്രാഞ്ചിനും എങ്ങുമെത്താൻ കഴിയാതായതോടെ മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജിയിൽ അടുത്തയാഴ്ച ഹൈക്കോടതി ഉത്തരവ് പറയും. എന്ന് എൻ്റെ അവസാനം ഉണ്ടാവണം, അന്ന് കേസ് അവസാനിക്കാനേ പറ്റുള്ളൂ. കാര്യം പിന്നെയും പോകാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരെയും മരണം വരെ ഞങ്ങൾ പൊരുതും. കാണാമറയത്ത് അയാൾ തന്നെ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആദർശിന്റെ കൊലപാതകി നാട്ടിലെവിടെയോ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടാവാം. 2 മനുഷ്യരുടെ ഇച്ഛാശക്തി, അതിന്റെ അവസാന പ്രതീക്ഷയാണ് CBI അന്വേഷണം. അതിലും ഫലമുണ്ടായില്ലെങ്കിൽ ആ കാത്തിരിപ്പ് അവസാന ശ്വാസം വരെ തുടരും. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.